ലെൻസ് കാർഡ് പൂട്ടിക്കാൻ ഒരുങ്ങി സംഘികൾ. ഇവർക്ക് ബുദ്ധിയില്ലാന്ന് ഇവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെൻസ് കാർഡ് എങ്ങനെയാണ് സംഘികൾ പൂട്ടിക്കാൻ ഒരുങ്ങിയെന്ന് കാണണ്ടേ? വീഡിയോസ് പുറത്തു വരുന്നുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്തു തരാം. അതിനു മുൻപായി എന്താണ് ഇവരും ലെൻസ് കാർഡും തമ്മിലുള്ള പ്രശ്നം എന്ന് അറിയണ്ടേ? അതും ഞാൻ ഒരു വീഡിയോ വെച്ചുതരാം. ലെൻസ് കാർഡ് നമുക്കറിയാം, അത് സ്പെക്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ മുംബൈയിൽ ഇവരുടെ ലെൻസ് കാർഡിന്റെ ഒരു ഷോപ്പിൽ ഒരു BJP ലീഡർ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. इसलिए बंद करवाया तिलक, तिलक तलावा बंद करवाया मौसम खान हो, इसलिए लगाओ इसको, लगाओ तिलक। तुम्हारा जो एड चल रहा है कि लेंस कार्ड का एक एड निकला है जिसमें साफ लिखा हुआ है कि कलावा, तिलक, जेन्यू, तुलसी माला और रुद्राक्ष नहीं यूज कर सकता यहाँ का स्टाफ, लेकिन हिजाब यूज कर सकता है। तो क्या मतलब है, शरिया लागू करवाना है क्या? भारत देश में शरिया लागू करवाना है क्या? मुसलमानों ने तो पाकिस्तान ले लिया, अब यहाँ क्या क्या पीटना है भाई? छाती क्यों पीटा जा रहा है? ये कहाँ दिखाओ, दिखाओ सारे स्टाफ को बुलाओ, देखें किसका किसका हाथ में तिलक है, किसका किसका माथा में तिलक है। बुलाओ बुलाओ, तुम मोहसिन खान हो, तुम सबको मोहसिन खान बनाओगे और तुमको हेड बना करके रखा गया है मोहसिन खान को। बुलाओ, हिंदू कितने हैं यहाँ पर? इधर आइए, तो और कौन है हिंदू? आइए इधर, इसमें तो शर्माने की बात नहीं है। मैं तो मुस्लिम हूँ, लीजिए मैंने भी लगाया, मैं मुस्लिम हूँ। और कौन है हिंदू यहाँ पर? ഓക്കെ, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ഈ ഷോപ്പിൽ വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാനുള്ള അധികാരം ഇവർക്ക് ആരാണ് നൽകിയിട്ടുള്ളത്? കാരണം അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതിനു മുൻപ് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലീസും കോടതിയൊക്കെ ഇവിടെ പിന്നെ എന്തിനാണ്? ഇവരിങ്ങനെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു സംഭവമാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇവർ ക്യാമറയും തൂക്കിയിട്ട് പോകും. ഒന്നെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ ആരെങ്കിലും പോയിട്ട് അവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. കൂടുതലും ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. കാരണം കുറച്ച് അന്ധഭക്തന്മാരുണ്ട്, അവർ ഇത് കണ്ടിട്ട് കയ്യടിക്കും, ആഹ്ലാദിക്കും, ലൈക്ക് അടിക്കും, ഷെയർ അടിക്കും. ഇതിനു വേണ്ടി മാത്രം കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും അങ്ങ് നോർത്തിലാണ്. അതായത് കേരളത്തിൽ ഈ സംഭവം കുറവാണ്, പൊതുവെ പുറത്താണ്, കേരളത്തിന് പുറത്താണ് ഈ സംഭവം കൂടുതൽ നടക്കുന്നത്. ഇനി ഈ സ്ത്രീ ആരാണ്? BJPയുടെ ഒരു ലീഡറാണ്. ഈ വീഡിയോയിൽ കാണുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ആ സ്റ്റോറിന്റെ മാനേജർ ആണെന്നാണ് തോന്നുന്നത്. ഈ സ്ത്രീ നേരെ അവിടത്തേക്ക് വരുന്നു, അവിടുന്ന് ചോദിക്കുന്നു ആരാണിത്. അങ്ങനെ മോഹസിൻ ഖാൻ എന്ന പേര് പറഞ്ഞ അവിടെ തന്നെ ഇവർക്ക് കുരുപൊട്ടി. കാരണം പിന്നീട് ഇവർ ചോദിക്കാൻ തുടങ്ങിയത്, നീ എന്താണ് ഇവിടെ പാകിസ്ഥാൻ ആക്കാൻ നോക്കുകയാണോ, അല്ലെങ്കിൽ എന്താണ് നീ ഇവിടെ ഉള്ള എല്ലാവരെയും മോഹസിൻ ഖാൻ ആക്കാൻ നോക്കുകയാണോ? ഇവിടെ എന്തുകൊണ്ട് തിലക് അതുപോലെ ബിന്ദു ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല? അതെന്തേ? അത് ഇയാളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ലെൻസ് കാർഡിന്റെ പോളിസിയാണ്. ലെൻസ് കാർഡിന്റെ പോളിസി പ്രകാരം ലെൻസ് കാർഡ് പറഞ്ഞില്ല ഇതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തെന്നാ പറഞ്ഞില്ല. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല, പക്ഷെ അത് പ്രൊഹിബിറ്റ് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അതേസമയം ഇവർ പറയുന്നത് ഹിജാബ് ഒക്കെ ധരിക്കാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. ഹിജാബ് മാത്രമല്ല ധരിക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത്, ടർബൻ ധരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, അതുപോലെ ഹിജാബ് ധരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഗൈഡ് ലൈൻസിൽ. അതിൽ പറഞ്ഞിട്ടുള്ളത് ഷുഡ് ബി ബ്ലാക്ക് കളർ, അതായത് ഹിജാബ് ആയിരുന്നാലും ശരി ടർബൻ ആയിരുന്നാലും ശരി ബ്ലാക്ക് കളർ ആയിരിക്കണം. അത് എങ്ങനെ എന്താ പറയുക, അവരുടെ യൂണിഫോം, അതായത് ആ യൂണിഫോം എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് അവരുടെ യൂണിഫോമിറ്റി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഗൈഡ് ലൈൻസിൽ വന്നിട്ടുള്ളത്. അതേസമയം തിലക് മറ്റോ ബിന്ദു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇവർ ഈ ഒരു കാര്യം ഒഴിവാക്കാനുള്ള കാരണം മേ ബി, അതായത് ഹിജാബ് ധരിക്കാമെന്നും ടർബൻ ധരിക്കാമെന്നും ഞാൻ നോക്കിയപ്പോൾ ഈ മുസ്ലിംസിന് ഈ ഹിജാബ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വുമൻസിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം മെൻസിന് നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് തലയിൽ വേണമെങ്കിൽ എന്താ പറയുക മറക്കാം, തല മറക്കാം, അല്ലെങ്കിൽ വേണ്ട, അത് നിർബന്ധമല്ല, മാൻഡേറ്ററി അല്ല. അതുപോലെ ടർബന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, അതും മാൻഡേറ്ററി ആണ് അവർക്ക്. എന്നാൽ ഈ ബിന്ദു, തിലക്, തൽവ ഇതൊക്കെ മാൻഡേറ്ററി അല്ല, ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവർക്ക് വേണമെങ്കിൽ ചെയ്യാം.
ഇപ്പോൾ ഈ സ്ത്രീ ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ക ഹറാസ്മെന്റ് ആണ്. അതായത് ആ ഷോപ്പിൽ പോയിട്ട് ഈ ഷൗട്ട് ചെയ്യാനുള്ള അധികാരം, അതായത് മാന്യമായി സംസാരിക്കാം, ഓക്കെ, ഇത് പോയിട്ട് ഷൗട്ട് ചെയ്യുന്നു. ഈ ഷൗട്ട് ചെയ്യാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? അത് മാത്രമല്ല അവിടെയുള്ള ഹിന്ദുസിനൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഈ തിലകൊക്കെ ചാർത്തി കൊടുക്കുന്നു. അത് അവരുടെ ചോയ്സ് ആണ്, അവർക്ക് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ ഇത് ഇവർ പോയിട്ട് നിർബന്ധിച്ചിട്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, ഇതിപ്പോൾ ഈ പ്രശ്നത്തിൽ ഈ അവിടുത്തെ ഷോപ്പിന്റെ മാനേജർക്ക് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? ഇത് ഗൈഡ് ലൈൻസ് ആണ്. ഈ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നവരാണ് ഫൗണ്ടേഴ്സ്, സിഇഒ, ആ ടീംസ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഫൗണ്ടറിനെ നോക്കിയാൽ പീയൂഷ് ബൻസാൽ എന്ന് പറയുന്നതാണ് ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് ലെൻസ്കാർട്ട്. ഓക്കെ, ഈ റിലീജിയൻ പറയുന്നില്ല, പക്ഷേ ഈ വ്യക്തി ഒരു ഹിന്ദു ആണ്. ഓക്കെ, അപ്പം ഇവരൊക്കെയാണ് ഈ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നുണ്ടാ. അപ്പൊ അവരോട് പോയിട്ട് ഈ ഷൗട്ട് ചെയ്യണം, അവരോട് പോയി ചോദിക്കണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല, ഉണ്ടാവില്ല. കാരണം അങ്ങ് ബീഫ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് യു പിയിൽ നിന്നൊക്കെ ബീഫ് അങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബീഫ് കൊണ്ടുപോകുന്ന വെഹിക്കിളിനെ നിങ്ങൾ തടയും, അവിടെ അടിയുണ്ടാക്കും, അവരെ അടിച്ചു കൊല്ലും, വേണമെങ്കിൽ ഡ്രൈവേഴ്സിനൊക്കെ അടിച്ചു കൊല്ലും. പക്ഷേ അതേസമയം ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ആ കമ്പനീസിന്റെ ഓണേഴ്സിന്റെ അടുത്ത് പോയി ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ചോദിക്കില്ല. അതാണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി അതിനുശേഷം, ഈ പ്രശ്നത്തിന് ശേഷം, അതായത് ഈ സ്ത്രീയുടെ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ലെൻസ്കാർട്ട് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം, കോമഡിയാണ്, ചിരിക്കരുത് പ്ലീസ്. लो भाई, ये रहे हमारे लेंसकार्ट के चश्मे यार, ये रहा लेंसकार्ट का स्टोर हमारे शहर का। एक नहीं है भाई, 2 हैं चश्मे, ये देख लो। जय श्री राम, जय श्री राम। और अगर किसी भाई लग दो नहीं खाली है यहाँ, आपने दिखा देता हूँ भाई मैं, टूटे भी नहीं दो भाई। ये लेंसकार्ट का मालिक पीयूष बंसल देशद्रोही है, क्योंकि इसकी कंपनी में काम करने वाले हिंदू तिलक नहीं लगा सकते, अंगूठी नहीं पहन सकते, हाथ में कलावा भी नहीं पहन सकते। हिंदुओं से इतनी नफरत क्यों? इसमें भी देख लो। वहीं दूसरी तरफ मुस्लिम महिलाओं के लिए हिजाब भी अलाउड है, तो भाई फिर चश्मे भी उन्हीं को बच्चों हमें नहीं। ഓക്കെ, അത് കുറെ സമയമുണ്ട്. അതായത് അയാള് ബഹിഷ്കരിച്ചതാ കാണുന്ന ലെൻസ്കാർട്ടിനാ. എന്ത്? അവിടെ പോയി ലെൻസ്കാർട്ടിൽ പോയി അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, അതായത് ഗ്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്ത് പുറത്ത് വന്നിട്ട് അത് പൊട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഈ ലെൻസ്കാർട്ട് അവിടെ തുടങ്ങിയിട്ടുള്ളത്, അതായത് ലെൻസ്കാർട്ടിന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഇത് നമ്മളിങ്ങനെ ധരിക്കണമെന്നൊന്നും ഇല്ല അവർക്ക്. അവർക്കത് കച്ചവടമാവണം, അതായത് ആൾക്കാർ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് ഈ പൊട്ടൻ ചെയ്തിട്ടുണ്ട്. അതായത് പർച്ചേസിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? പൊളിക്കുന്നത്. അതായത് ലെൻസ്കാർട്ടിന് വേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ എന്ത് ബഹിഷ്കരണമാണ് ഇയാൾ കാണിക്കുന്നത്? വേറൊരു വീഡിയോയും കൂടി ഉണ്ട്, കാണാം. ये लेंसकार्ट का चश्मा है, बहुत टाइम पहले मैंने लिया था। शर्मा चटो जरा। ये भैया लेंसकार्ट के ओनर का कहना है कि यहाँ काम करने वाले कर्मचारी ഇതും അങ്ങനെ തന്നെയാണ്. അതായത് വാങ്ങിച്ചിട്ട് പൊളിച്ചു. അതായത് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇവരുടെ ബഹിഷ്കരണം ഇങ്ങനെയാണ്. നല്ല ബുദ്ധിയുള്ള ടീംസ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇതാണ് ഇവരുടെ ബഹിഷ്കരണം. എന്താ ഇതൊക്കെ പറയല്ലേ? ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ഈ ലെൻസ്കാർട്ട് ഒക്കെ പറയുന്നത് ഒരു ഫേമാണ്, അതായത് ഒരു ഷോപ്പ്, ഒരു ഫേമാണ്. അവർക്ക് വേണ്ടത് കച്ചവടമാണ്, ബിസിനസ് ആണ് അവർക്ക് വേണ്ടത്. അതുപോലെ അവർക്ക് സ്റ്റാഫിനെ വേണം. സ്റ്റാഫിനെ വേണം എന്ന് പറയുമ്പോൾ ഈ ടർബൻ നിർബന്ധമായതുകൊണ്ട് തന്നെ ടർബൻ ധരിക്കാതെ അവർ വരില്ല, അപ്പൊ സ്റ്റാഫിന് കിട്ടില്ല. അതുപോലെ ഹിജാബിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. എന്നാൽ അവിടെയുള്ള മുസ്ലിംസ്, ഇപ്പൊ ഈ പറയുന്ന മുഹസിൻ ഖാൻ അവിടെ തല മറിച്ചിട്ടുണ്ടോ? ഇല്ല. തല വേണമെങ്കിൽ മറക്കാം, അല്ലെങ്കിൽ മറക്കണ്ട, അത് നിർബന്ധമല്ല, മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് അതും ഈ ഒരു കാര്യത്തിൽ വരുന്നില്ല. ഓക്കെ, ഹിജാബ് മാത്രമാണ്, അതായത് സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു പറയുന്ന തല മറക്കാൻ പറ്റുകയുള്ളൂ. മുസ്ലിംസിന്റെ ഈ എന്താ പറയാ, മെൻസിനുള്ള, ആണുങ്ങൾക്കുള്ള ഈ തല മറക്കാൻ തൊപ്പിന്റെ കാര്യമൊന്നും പറയുന്നില്ല ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ തിലകിന്റെ കാര്യവും അതുപോലെ ബിന്ദുവിന്റെ കാര്യങ്ങളൊക്കെ. ഇതൊന്നും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, മാൻഡേറ്ററി അല്ല. ഞാൻ ചെക്ക് ചെയ്തു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഓക്കെ, പക്ഷെ ഞാൻ ചെക്ക് ചെയ്തതും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊന്നും മാൻഡേറ്ററി അല്ല. എന്നാൽ അതേസമയം ഹിജാബും ടർബനും ഒക്കെ മാൻഡേറ്ററിയാണ്. അപ്പോൾ ആ ഒരു ബേസിലായിരിക്കും ഈ കാര്യം ചെയ്തിട്ടുണ്ടാവുക. എന്നിരുന്നാലും ശരി, ഇപ്പോ ലെൻസ്കാർട്ടിന്റെ ഒഫീഷ്യൽസ് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇൻ സ്റ്റോർ സ്റ്റാഫ് ഡ്രസ് കോഡിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതായത് എക്സ്പ്ലിസിറ്റ്ലി അലൗഡ് ദി റിലീജിയസ് ആൻഡ് കൾച്ചറൽ മാർക്കേഴ്സ് ഇൻക്ലൂഡിംഗ് ബിന്ദു, അതുപോലെ തിലക്, സിന്ദൂർ, ടർബൻസ് അലൗഡ് ഇന്റൻസ്. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത് ബിന്ദുവും തിലക്കും സിന്ദൂരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അലൗ ചെയ്തിട്ടുണ്ട് എന്നുള്ള, ഡ്രസ് കോഡിൽ അലൗ ചെയ്തിട്ടുണ്ട് എന്നുള്ള എക്സ്പ്ലിസിറ്റ്ലി പുറത്ത് പറയുന്നത്. അതായത് മറ്റേത് ഇത് എക്സ്പ്ലിസിറ്റ്ലി പുറത്ത് പറഞ്ഞു തരും. മറ്റേ ഹിജാബിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ, അത് കാരണം അത് ഡ്രസ് കോഡാണ്. അവർ പറഞ്ഞു തിലക് ഹിജാബ് ആയിരുന്നാലും ശരി, അതുപോലെ ടർബൻ ആയിരുന്നാലും ശരി, അത് ബ്ലാക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത് മാത്രമല്ല അത് എങ്ങനെ ധരിക്കണം, അതുപോലെ അവരുടെ ഇവിടെ ലോഗോ ഉണ്ട്, ആ ലോഗോ മറിക്കാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. കാരണം
ചില ആളുകൾ ഹിജാബ് ഇടുമ്പോൾ ഇത്ര വരെ ഇടും, ചില ആൾക്കാർ വലുതിട്ടിടും. അങ്ങനെ വരുമ്പോൾ എന്താ അവരുടെ ലോഗോ മിസ്സാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു യൂണിഫോമിറ്റി ഒക്കെ അവർ ആ ഒരു ഗൈഡ് ലൈൻസിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഗൈഡ് ലൈൻസ് ഇതാ ഇവിടെ കണ്ടോളൂ. ഇതാണ് ഗൈഡ് ലൈൻസ്. അതായത് ഓരോന്നിനും അവർ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കുരുപൊട്ടിട്ടാണ് ഈ ടീംസ് എന്ത് ചെയ്തിട്ടുള്ളത്, വെറുതെ. അതായത് ഇത് ഇപ്പൊ വന്ന ഗൈഡ് ലൈൻസ് ഒന്നല്ല, ഇതൊക്കെ ആദ്യമുള്ള ഗൈഡ് ലൈൻസ് ആണ്. പക്ഷെ ഇപ്പൊ ഇതിനെ കുത്തിപ്പൊക്കി എടുക്കുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതായത് അതിലൂടെ ആ സ്ത്രീക്ക് ഫേമസ് ആകുക, അത്ര തന്നെ.